ഒരു കാലഘട്ടത്തിന്റെ തന്നെ ചരിത്രം പേറുന്ന മെക്സിക്കോയിലെ സ്മാരകമാണ് പിരമിഡ് ഓഫ് സൺ. 700 വർഷം പഴക്കമുള്ള ഈ പിരമിഡ് ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഒപ്പം പുനരുദ്ധാരണ പ്രവർത്തനം എന്ന പേരിൽ മനുഷ്യർ നടത്തിയ ഇടപെടലുകളുമാണ് ഈ ചരിത്ര സ്മാരകത്തെ നാശത്തിന്റെ വക്കിൽ എത്തിച്ചത്. മെക്സിക്കോയുടെ സ്മാരകമാണ് പിരമിഡ് ഓഫ് സൺ. ഏകദേശം 200 അടി ഉയരവും 700 അടി വിസ്തൃതിയുമുണ്ട് ഈ പിരമിഡിന്. AD 80-ലാണ് ഇതിന്റെ നിർമ്മാണം. ഒരു കാലഘട്ടത്തിന്റെ തന്നെ ചരിത്രം പേറുന്ന ഈ സ്മാരകം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങളാണ് ഒരു പരിധിവരെ ഇതിന്റെ നാശത്തിലേക്ക് എത്തിച്ചത്. മെക്സിക്കോയിലെ നാഷണൽ ഓട്ടോണമസ് സർവകലാശാലയിലെ ഗവേഷകരുടേതാണ് കണ്ടുപിടുത്തം. മ്യൂവോൺ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് അവർ ഇക്കാര്യം തിരിച്ചറിഞ്ഞത്. പരമാണുവിന്റെ ഏറ്റവും ചെറിയ ഘടകങ്ങളാണ് മ്യൂമിസോൺ. അതുപയോഗിച്ചുള്ള ഉപകരണമാണ് മ്യൂവോൺ ഡിറ്റക്ടർ. ഈ ആറ്റോമിക കണങ്ങൾക്ക് ഏത് വസ്തുവിലൂടെയും കടന്നുപോകാനുള്ള ശേഷിയുണ്ട്. 2010 മുതൽ ഗവേഷകർ നടത്തി വന്നിരുന്ന പഠനമനുസരിച്ച് ഇത്തരത്തിൽ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ഭാഗങ്ങൾ പിരമിഡിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതികഠിനമായ ചൂടും വരൾച്ചയുമാണ് ഇതിനുള്ള പ്രധാന കാരണം. ആയിരത്തി 1910 മെക്സിക്കൻ പ്രസിഡന്റ് പോർഫിറിയോ ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി കാലങ്ങൾ പഴക്കമുള്ള പിരമിഡിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതും ഒരു തരത്തിൽ മണ്ണിന്റെ ആർദ്രത നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്തു. കാലാകാലങ്ങളിൽ പിരമിഡിന്റെ പുനരുദ്ധാരണത്തിനായി ചെയ്ത കാര്യങ്ങൾ അതിന്റെ സ്വാഭാവികതയെ നശിപ്പിച്ചെന്നു മാത്രമല്ല, അതിന്റെ തകർച്ചയിലേക്കും കൂടിയാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. ചുണ്ണാമ്പ് പൊതിഞ്ഞിരിക്കുന്ന ഭിത്തികൾ ഇപ്പോൾ കോൺക്രീറ്റ് ഭിത്തികളായി മാറിയിരിക്കുന്നു. എല്ലാ വർഷവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടേക്ക് എത്തുന്നത്.